ശരിക്കും ഈ പന മുറിക്കാൻ വന്ന അവസരത്തിൽ ഇങ്ങനെ ഇത് കണ്ടു എന്നാണ് പറയുന്നത്. പനയ്ക്ക് മുകളിൽ പാമ്പുണ്ട്, പാമ്പിനെ കണ്ടു. അതിന് പുറമെ ഈ അമ്പലക്കുളത്തിൽ പല പ്രാവശ്യം പലരും പാമ്പിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നാഗരുടെ സാന്നിധ്യവും ഇവിടെ ശക്തമായിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു ഉത്സവത്തിന് ഇതേപോലെ ഞങ്ങൾ ഇവിടെ കളമെഴുത്തും പാട്ടും നടക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഈ നാഗരുടെ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ സർപ്പം വന്നിരുന്നു. അത് ആളുകൾ വളരെ അതിശയത്തോടു കൂടിയാണ് അന്ന് ആ ഒരു സംഭവം നോക്കിയിട്ടുള്ളത്. ശരിക്കും നാഗരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ശിവലിംഗം നമ്മൾ പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഇത് ഉറക്കുകയില്ല, അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറ്റുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ശിവലിംഗം വെച്ച പാടെ തന്നെ എന്ത് ചെയ്യുന്നു, ഉറക്കുകയായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ ചെറത്തല മഹാദേവ ക്ഷേത്രത്തിൻ്റെ നിലവിലെ പ്രസിഡൻ്റാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണിത്. പക്ഷേ ഇന്ന് അമ്പലം ഈ കാണുന്ന രീതിയിൽ രൂപം കൊണ്ടിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു കുളമുണ്ടായിരുന്നു, ഒരു പൊതുക്കുളം. അതിൻ്റെ കരയിൽ ഒരു വലിയ പനയുണ്ടായിരുന്നു. പനയും ഒരു ചെറിയ തറയും ആയിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു ഐതിഹ്യം പറയുന്നുണ്ട്. പണ്ട് ഈ കുളം വൃത്തിയാക്കുന്ന അവസരത്തിൽ ഇതിന് കോൺട്രാക്ട് എടുത്തിരുന്നയാൾ ഈ പന മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നും, പക്ഷേ പന മുറിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളിൻ്റെ കോടാലി ഇതിൽ കൊള്ളുന്നില്ലെന്നും അത് തെറിച്ചുപോയി, അത് അവസാനം അവർക്കെന്തോ ആപത്ത് തന്നെ സംഭവിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ പിന്നീട് അന്നത്തെ ഏതോ ആശാനെയൊക്കെ വിളിച്ചവർ ചോദിച്ചപ്പോൾ ഒരിക്കലും ആ പന മുറിക്കരുതെന്നും അതിൽ ദേവസാന്നിധ്യം ഉണ്ട് എന്നും കണ്ടു. അങ്ങനെ അന്ന് ഈ കോൺട്രാക്ട് എടുത്തിരുന്ന ആളാണ് ആ പനയുടെ ചുറ്റും ഒരു ചെറിയ തറ പോലെ കെട്ടി, പിന്നെ അതിൽ ദിവസവും വൈകുന്നേരങ്ങളിൽ വിളക്ക് വയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനും അത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിരന്തരം വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ ഈ പനയുടെ ചുവട്ടിൽ വിളക്ക് വയ്ക്കുമായിരുന്നു. അതിനുശേഷം ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കുളത്തിൽ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയരുകയും നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞ് എങ്ങനെയോ ഈ കുളത്തിൽ അകപ്പെട്ട് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അന്ന് പെരുമ്പഴുതൂർ ഗോപാലനാശാൻ എന്ന് പറയുന്ന ജ്യോത്സ്യൻ്റെ നേതൃത്വത്തിൽ ഒരു ദേവപ്രശ്നം നടത്തുകയും ഇതിൽ ദേവസാന്നിധ്യം ഉണ്ടെന്നും അതിനെ ഈ ചെറിയ പനയും തറയും പോരാ, ചെറിയ അമ്പലം തന്നെ പണിയണം എന്ന ഒരു അരുളപ്പാടുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ആൽത്തറ പോലെയുള്ള തറകൾ കെട്ടി അങ്ങനെ ആരാധിച്ചു വന്നു. വീണ്ടും നാൾക്കുനാൾ ഈ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവുകയും തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാദേവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും നല്ല അമ്പലം തന്നെ പണിയണം എന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടുകൂടി അമ്പലം പണിയുകയായിരുന്നു. പിന്നെ ഈ വളരെ അടുത്ത സമയത്താണ് ഇന്ന് കാണുന്ന ഈ അമ്പലം പണിതിട്ട് അവിടെ മഹാശിവലിംഗ പ്രതിഷ്ഠയാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ അരയാൽ കീഴം കേശവൻ നമ്പൂതിരി അവറുകളുടെ കാർമ്മികത്വത്തിലാണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അന്ന് സംഭവിച്ച ഒരു പ്രധാന കാര്യം, ഈ ശിവലിംഗം നമ്മൾ പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഇത് ഉറക്കുകയില്ല, അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറ്റുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ശിവലിംഗം വെച്ച പാടെ തന്നെ എന്ത് ചെയ്യുന്നു, ഉറക്കുകയായിരുന്നു. ഒരല്പം പോലും തിരിക്കുകയോ മറ്റോ ചെയ്യേണ്ടി വന്നിട്ടില്ല. അന്ന് തന്ത്രി പറഞ്ഞു, ശരിക്കും ആ സ്ഥാനത്താണ് ഭഗവാൻ ഇരിക്കുന്നത്, ഈ സ്ഥാനത്തായിരുന്നു ഇരുത്തേണ്ടത്, ഭഗവാന്റെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം നമ്മുടെ ഈ നാടിനും നാട്ടുകാർക്കും ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ ഈ സ്ഥലം തന്നെ ശരിക്കും വളരെ കാട് പിടിച്ചും ഒരു പുരോഗതി ഇല്ലാതെ കിടന്ന സ്ഥലങ്ങളാണ്. ഇന്ന് എവിടെ നോക്കിയാലും വളരെ വലിയ കെട്ടിടങ്ങളും ആളുകൾക്കും എല്ലാം നല്ല പുരോഗതിയുണ്ട്. അങ്ങനെ എല്ലാവരും സഹകരിച്ച് ഇന്നും ഈ അമ്പലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭഗവാന് വേണ്ടിയിട്ടുള്ള എല്ലാ നേർച്ചകളും ചെയ്യുന്നുണ്ട്. ഉത്സവം എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. ഇപ്പോൾ ഈ മഹാശിവരാത്രി ഉത്സവവും നമ്മൾ വളരെ ഗംഭീരമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടാടുന്നു. അതിന് ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി ചെയ്തു വരുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം.